അർജന്റീന തോക്കാണ് ഞാൻ എന്തായാലും മൊട്ട അടിച്ച് കോഴിക്കോട് ബീച്ച് കൊണ്ട് നടക്കും. ഏതാ ടീം ഏതാണ്? അർജന്റീന. അർജന്റീന. മെസ്സി കപ്പ് കൊണ്ടുപോയാൽ ഞാൻ ഈ കടലിൽ ചാടും. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവ. ഇന്നലത്തെ വേൾഡ് കപ്പ് മത്സരത്തിൽ അർജന്റീന ദയനീയമായി തോറ്റു. അർജന്റീന തോൽക്കാന്ന് മാത്രമല്ല, സ്പെയിൻ്റെ ഒരു വിജയം, ഒരുപാട് പേര് സ്പെയിൻ്റെ വിജയത്തിൽ വലിയ സന്തോഷമില്ല. കാരണം അർജന്റീനക്കൊപ്പം ഇസ്രയേൽ നിൽക്കുമ്പോൾ, ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന അർജന്റീനിയൻ രാഷ്ട്രീയമുള്ളപ്പോൾ, ആ വംശഹത്യക്ക് ഇരയാകുന്ന ഗസക്കാർക്കൊപ്പം നിൽക്കുന്ന സ്പെയിന് മറുഭാഗത്താകുമ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു മനസാക്ഷിയുള്ള ഒരാൾ പറയും സ്പെയിൻ്റെ കൂടെയാണ്. ഇപ്പം ഞാനൊരു അർജന്റീന ഫാനാണ്, അർജന്റീനയോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പൊളിറ്റിക്കലി നോക്കുമ്പോൾ എൻ്റെ മനസ്സ് സ്പെയിനൊപ്പമാണ്. ഒരുപാട് പേര് പല രീതിയിൽ സങ്കടപ്പെടുന്ന ഒരു വീഡിയോ, സന്തോഷിക്കുന്ന വീഡിയോ, അതിൽ സന്തോഷിക്കുന്ന വീഡിയോ ഉണ്ട്. അർജന്റീനയുടെ പരാജയത്തിൽ സന്തോഷിക്കുന്ന വീഡിയോ, അതൊന്നും രാഷ്ട്രീയം നോക്കിയിട്ടൊന്നല്ല കേട്ടോ, അതൊക്കെ ഫുട്ബോൾ എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ സന്തോഷിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞത് കരയുന്നുണ്ട് ചിലർ, പാവം. കാരണം അവർ കളിനെ സ്നേഹിക്കുന്നവരാട്ടാ. അർജന്റീനയുടെ ജയത്തിൽ സന്തോഷിക്കുക മാത്രമല്ല, സങ്കടപ്പെട്ട് കരയുന്നവരുണ്ട്. മനസ്സറിഞ്ഞിട്ടാണ് അവരെ കരച്ചില്. അടുത്ത വേൾഡ് കപ്പിൽ ഇൻഷാ അല്ലാഹ് ഞെട്ടിച്ച് കളഞ്ഞൊരു വീഡിയോ ഉണ്ട്. തുടക്കത്തിൽ വന്നാണ്, മെസ്സി എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാക്കുമേ. ഞാൻ ഈ വീഡിയോ കണ്ട് ഷോക്കായി പോയി. ഹലോ ഗായ്സ്, ഈ പ്രാവശ്യം മെസ്സി കപ്പ് കൊണ്ടുപോയാൽ ഞാൻ ഈ കടലിൽ ചാടും. ഈ കടലാണ് സത്യം. ഞാൻ ഈ കടലിൽ എന്താ കാരണം, മെസ്സി തോറ്റ ഞാൻ ചാടൂല, മെസ്സി ജയിച്ച ഞാൻ ഈ കടലിൽ ചാടും. നിങ്ങളെല്ലാവരും സാക്ഷി നിർത്തിയിട്ട് പറയാണ്. പിന്നെ ഞാനിതിൽ ചാടും. ഇതിനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഞാൻ മെസ്സിൻ്റെ ഒരു കുപ്പായ ഞാൻ ഇട്ടിനി, പക്ഷെ അത് മറന്നുപോയി. അത് ഇതിലിടാനേനി, ഇതിലിട്ട് ഒഴിക്കാനേനി, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല, മറന്നു പോയി കൊണ്ടുവരാൻ. അപ്പം ഞാൻ പറയാണ്, മെസ്സി ജയിച്ച ഈ കടലിൽ ഞാൻ ചാടും, ഉറപ്പ്. കണ്ടോളി, മെസ്സി ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ, ഇതൊക്കെ ഒരു അമിതാവേശ. എന്തായാലും ആ ഒരു പെണ്ണുപിള്ള അതിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയായിരിക്കും പടച്ചവൻ അർജന്റീന തോൽപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ അവസ്ഥ അലിച്ചു നോക്കുക. അപ്പോൾ ആ സ്ത്രീ ആവേശം കൊണ്ട് ചെയ്യുന്ന കേട്ടോ, നമ്മളവരെ കുറ്റപ്പെടുത്തുന്നല്ല. ഈ കളികളിലെ ആവേശം, ഈ കളിക്കുള്ള ഒരു ആവേശങ്ങൾക്കപ്പുറം ഗസക്കാർക്കൊരാവേശം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഗസക്കാരെ ആവേശം എന്നറിയോ? സ്പെയിൻ കളിക്കാർ, സ്പെയിനിലെ യമാൽ എന്ന പേരുള്ള ഒരു പ്ലെയർ ഉണ്ട്. 19 വയസ്സേ ഉള്ളൂ. 16ാമത്തെ വയസ്സിൽ വേൾഡ് കപ്പ് കളിച്ചൊരു ദരിദ്രനായൊരു ബാലൻ. അവന് എപ്പോഴും അവൻ ഗസക്കാരോടൊപ്പം അവൻ്റെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഗസക്കാർക്ക് വേണ്ടി. ഗസൻ പതാകയുമായിട്ട് അവൻ പോകുന്ന ചിത്രങ്ങൾ, അവൻ ഓരോ തവണ മാച്ച് കഴിയുമ്പോഴും പടച്ചറബിന് വേണ്ടി നൽകുന്ന സുജൂദ്, അവൻ പടച്ചറബിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന, തികഞ്ഞ അച്ചടക്കമുള്ള ഒരു പ്ലെയർ. ഒരു ഭാഗം ആളുകൾ തങ്ങളുടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശയങ്ങളും വംശഹത്യ നടത്തുന്ന ഇസ്രയേലിനൊപ്പം നിർത്തുമ്പോൾ, ഈ ഒരു ഗസക്കാർക്കൊപ്പം നിൽക്കുന്ന ഈ ഒരു സ്പെയിൻ കളിക്കാരൻ്റെ ടീം ജയിക്കണമെന്ന് അറിയാതെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അത് സ്വാഭാവികമാണല്ലോ. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് അർജന്റീന ജയിക്കണം എന്നാണ്. ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലധികം ജൂതന്മാരുള്ളൊരു രാജ്യമാണ് സത്യത്തിലേത് ഈ ഒരു അർജന്റീന. അർജന്റീന പൊളിറ്റിക്കലി അവർ ഇസ്രായേലിനൊപ്പം നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യുന്നൊന്നും ഒരു ഫുട്ബോളിനെ മനസ്സിൽ വെക്കുന്ന ഒരാൾക്ക് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണ്ട. പക്ഷേ ഞാനിവിടെ ഞാൻ പ്രത്യേകം പറയുന്നു, ഫുട്ബോളിൽ മതം കലർത്തുകയോ രാഷ്ട്രീയം കലർത്തുകയല്ല. പക്ഷേ ഈ രാഷ്ട്രീയവും മതവും ഒന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അർജന്റീന ഈജിപ്തിനെതിരെയുള്ള ഒരു കളി ഉണ്ടല്ലോ, ആ ഈജിപ്തിനെതിരെയുള്ള ഒരു കളിയിൽ ഫിഫ അമിതമായിട്ട് ഇടപെട്ടു. ഫിഫയുടെ ഇടപെടലുണ്ട്. ഈജിപ്ത് അടിച്ചൊരു ഗോള് പോലും, അർജന്റീനക്കെതിരെ നടത്തിയൊരു ഗോള് പോലും ഫിഫ അംഗീകരിച്ചില്ല. അങ്ങനെ മനഃപൂർവ്വം പ്ലാനിഡ് ആയിട്ടാണ് ഈജിപ്തിനെ സെമിയിലേക്ക് കടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ നിന്ന് പുറത്താക്കിയത്. ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ. അന്ന് ഈജിപ്തുകാരുടെ കണ്ണുനീരിനേറ്റൊരു മുറിവാണ് ഇന്നലത്തെ അർജന്റീനയുടെ കളി. അപ്പോൾ അർജന്റീന ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ഞാൻ ഇപ്പോഴും അർജന്റീനയുടെ ഫാനാണ്, പക്ഷേ നമ്മളൊന്ന് ഉള്ളു തുറന്ന് നമ്മൾ ഈ പൊളിറ്റിക്സ് നോക്കുമ്പോഴാണ്
ഈ ഒരു സ്പെയിൻ താരങ്ങൾ കാണിക്കുന്ന വംശഹത്യ നേരിടുന്ന ഗസയിലെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഈ അനുഭാവം ഉണ്ടല്ലോ, ആ അനുഭാവത്തിൽ ഈ സ്പെയിൻ നേടിയൊരു വിജയം അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. കാരണം ഗസക്കാരുടെ പ്രാർത്ഥന പടച്ചോൻ കേട്ടു എന്നുള്ളതാണ്. ഇന്നലെ ഗസയിലൊക്കെ നടന്ന ആഘോഷങ്ങൾ അവരുടെ ഗസക്കാർ മത്സരത്തിലില്ല, അല്ലെങ്കിൽ ഗസയോട് താല്പര്യമുള്ള ആരുമല്ല, ഗസയുടെ ജാതിയാണോ മതമാണോ അതൊന്നുമല്ല. പക്ഷേ ആ താരങ്ങൾ ഗസയിലെ പാവങ്ങളായ വംശഹത്യ നേരിടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ പൊളിറ്റിക്സ് മതി നമുക്കാരുടെ കൂടെ നിൽക്കാൻ, സ്പെയിൻ്റെ കൂടെ നിൽക്കാൻ. അപ്പോൾ സ്പെയിൻ്റെ ഈ വിക്ടറി ശരിക്കും ആഘോഷിക്കപ്പെടേണ്ടതാണ്. സ്പെയിനിൽ ഭരിക്കുന്ന മധ്യ ഇടത് നയം, ആ നയമാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, ഗാസക്കാർക്കൊപ്പം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഏതൊരു ഭരണകൂടത്തോടും ഒരു രാജ്യത്തോടും നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും തോന്നുക അവിടുത്തെ ഭരണം നടത്തുന്ന ആളുകളുടെ പൊളിറ്റിക്സ് നോക്കിയിട്ടാണ്. ആ നിലക്ക് നോക്കുമ്പോൾ അർജന്റീനയുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് പൂർണ്ണമായിട്ടും വംശഹത്യക്ക് അനുകൂലമാണ്, ഇസ്രായേൽ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് ആരോടൊപ്പം നിൽക്കാൻ പറ്റില്ല, ഈ അർജന്റീനക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായിട്ട് പറഞ്ഞത് അർജന്റീന ജയിക്കണം, അർജന്റീനയുടെ ജേഴ്സിയും എടുത്ത് നിൽക്കുന്ന ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുഖം. മറുഭാഗത്താണെങ്കിൽ യമാൽ വെറും 19 വയസ്സേ ഇപ്പോൾ ഉള്ളൂ. മുൻപ് 16 വയസ്സിൽ ലോകകപ്പ് കളിച്ചൊരു ദരിദ്ര ബാലൻ വംശഹത്യ നേരിടുന്ന പാവങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ടീം ജയിക്കണം എന്ന ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു വല്ലാത്ത മത്സരം തന്നെയായിരുന്നു. ആ മത്സരത്തിൽ അർജന്റീനക്ക് ഒരു കളി ഉണ്ടായിട്ടില്ല. അർജന്റീന കാലം ആരോ കെട്ടിട്ട പോലെ. ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, ഈജിപ്തിനെതിരെ നടന്ന, ഞാൻ ഇന്നലെ കേട്ടതാട്ടോ, ഒരു ഉസ്താദ് പറയാണ്, ഈജിപ്തിനെതിരെ നടന്ന കളിയിൽ അർജന്റീന കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അർജന്റീനയെ ജയിപ്പിക്കാൻ വേണ്ടി ഫിഫ ആ റെഫറിങ്ങിലൊക്കെ ഒരുപാട് കള്ളത്തരം കാണിച്ച ഗോളൊന്നും അനുവദിച്ചില്ല. ഇതിന് പടച്ചോ കൊടുക്കുന്നു. കറക്റ്റ് തന്നെയാണ്. എന്തുമാത്രം നന്നായിട്ട് കളിച്ചിരുന്ന ടീമാണ് എൻ്റെ അർജന്റീന. പക്ഷേ ഇന്നലെ നോക്കുമ്പോൾ 90 മിനിറ്റ് കഴിഞ്ഞിട്ടും ഒരു ഷോട്ട് ഓപ്പോസിറ്റ് പോസ്റ്റിൽ കടിക്കണ്ടേ? 90 മിനിറ്റ് ഇവരുടെ ആരാ കെട്ടിയത്? 90 മിനിറ്റ് ഇവർക്ക് സ്പെയിൻ ടീമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, ഒരൊറ്റ ഷോട്ടും കൊടുക്കാൻ പറ്റണില്ല. മെസ്സി ഒന്നും ഒട്ടും ഫോമിലേ അല്ല. മൂപ്പര് പൊതുവേ ഗ്രൗണ്ടിൽ ഇങ്ങനെ നടക്കുക ചെയ്യുക, ഓടൂല, നടക്കും. അതിനുവെച്ചാൽ ഗ്രൗണ്ട് പഠിക്കുക അത്രേ. എന്ത് പഠിച്ചിട്ട് എന്താണ്? പടച്ചോ പൂട്ടാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ കളിയുടെ മികവ് നേടിക്കഴിഞ്ഞാലും അതൊന്നും എന്ത് ചെയ്യില്ല, വിജയിക്കില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു അർജന്റീന മികച്ച ഫോമിൽ തിരിച്ചു വരും, മികച്ച കളിയായിട്ട് മാറും. ഞാൻ കളിയിൽ രാഷ്ട്രീയമോ മതമൊന്നും കലർത്തുന്നതല്ല, പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. അതിൽ രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്. ഏത് രാഷ്ട്രീയം? വംശഹത്യക്ക് ഒപ്പം നിൽക്കുന്നവൻ്റെ രാഷ്ട്രീയം, വംശഹത്യക്ക് എതിരെ നിൽക്കുന്നവൻ്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇയാൾ ഫുട്ബോളിൽ എന്തിനും മതം കാണിച്ചു, ഞാനിപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ടീമംഗങ്ങളുടെ മതം നോക്കിയിട്ട് ഒരു സുജൂദ് ചെയ്യുന്ന ഒരു ഫാത്തിഹ, ഇതൊന്നും നോക്കിയിട്ടല്ല കേട്ടോ. അതൊന്നും നമ്മുടെ ഒരു ലക്ഷ്യമേ അല്ല. പക്ഷേ ഇതൊരു റിയാലിറ്റിയാണ്. ഞാൻ ആ റിയാലിറ്റി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വംശഹത്യക്ക് ഇരകളാകുന്ന ഗസയിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ടീമാണേത് ഈ ഒരു സ്പെയിൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗസക്കാർ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും, പടച്ചോനെ സ്പെയിന് വിജയിക്കണേ. ആ അത്ഭുതം ഗസക്കാരുടെ പ്രാർത്ഥനയാവാം, ഈജിപ്തിൻ്റെ കണ്ണുനീരാവാം, ഈജിപ്തിൻ്റെ ശാപമാവാം, ആ കേപ്പ് വർദ്ധ എന്ന് പറയുന്ന ആ ഒരു ദ്വീപ് സമൂഹത്തിൻ്റെ പ്രാർത്ഥനയാവാം. അർജന്റീനക്ക് ഇന്നലെ കളി കിട്ടണില്ല. അർജന്റീന ഭയങ്കരമായിട്ട് കളിക്കാന്ന് പറഞ്ഞ് പിന്നെ ഞാൻ കരുതി ഒരു ഗോൾ വീണാൽ ഉഷാറാവുന്നു പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ ഇന്നലെ കോഴിക്കോട് ഒരു പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കറക്റ്റ് 12 മണിയാണ്. അങ്ങനെ ഇതൊക്കെ റെഡിയായിട്ട് ഈ ഫുട്ബോൾ കളി കാണാനിരിക്കുകയാണ്. അർജന്റീന ജയിക്കണം എന്നുള്ളത് സ്വാഭാവികമായും പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുമല്ലോ. പക്ഷേ ഇതൊന്നും റിസൾട്ട് ഒന്നും ഉണ്ടായില്ല. അർജന്റീനയുടെ കാലാരോ കെട്ടിയിട്ടു. ആ കെട്ടിയിട്ടത് ഗസക്കാരുടെ പ്രാർത്ഥനയാവാം, അല്ലെങ്കിൽ ഈജിപ്തുകാർ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ശാപമാവാം. എന്തായാലും അർജന്റീന ഇനി അവർക്കൊരു പാഠം പഠിക്കാന്നുള്ളതാണ്. ഫിഫ വിചാരിച്ചാലൊന്നും അന്തിമ വിജയം ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഇന്നലെ പറഞ്ഞിരുന്നു സ്പെയിൻ ജയിക്കണം എന്നാണ് ആഗ്രഹം. ഇന്നലത്തെ കളി കണ്ട ആളുകളാണോ നിങ്ങളെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്പെയിൻ്റെ വിജയം. കാരണം നന്നായിട്ട് അവർ കളിച്ചിട്ടുണ്ട്. നന്നായിട്ട് കളിച്ച് നേടിയ വിജയം, എക്സ്ട്രാ ടൈമിലേക്ക് എത്തി കളിച്ച് നേടിയ വിജയം തന്നെയാണ്. ഇന്ന് സ്കൂളും കോളേജൊന്നും ഇല്ല, ഇന്ന് മദ്രസ ഉണ്ടായിരുന്നു. അതെ, ഈ ലോകകപ്പ് പ്രമാണിച്ചിട്ട് സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി കൊടുത്തത് നന്നായി എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം മോശമായിട്ടൊന്നും അതിനെ കാണേണ്ടതില്ല. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. മുമ്പൊന്നും പെൺകുട്ടികൾ ഈ ഇതിലേക്ക് കളിയിൽ അങ്ങനെ വലിയ ഇൻവോൾവ്ഡ് ഉണ്ടാവില്ല. അതൊക്കെ ആൺകുട്ടികളുടെയും ആണുങ്ങളുടെയും കളിയായിരുന്നു. നമ്മുടെ കേരളത്തിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഉമ്മമാരടക്കം പലരും, സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഫുട്ബോൾ കളി കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാവരും ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാനാണ്. മിക്ക പെൺകുട്ടികൾ ആരും വെച്ചാൽ ഞങ്ങൾ റൊണാൾഡോയുടെ ഫാനാണ്. പോർച്ചുഗലിൻ്റെ ആൾക്കാരാണ് എല്ലാ പെൺകുട്ടികളും പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഫാനാവുന്ന സമയത്ത്
അവരൊക്കെ എന്താ പറയുക കളി മുഴുവനും കണ്ട് എക്സ്ട്രാ ടൈമിലേക്ക് പോയി. പിന്നീട് അവർക്ക് പിറ്റേ ദിവസം വർക്കിന് പോകാനും സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു അവധി കൊടുത്തത്. മദ്രസകൾക്ക് അവധിയൊന്നുമില്ല, ഇന്ന് പരീക്ഷകൾക്ക് എല്ലാ കുട്ടികളും പോയിട്ടുണ്ടാവും. സുബഹി നിസ്കരിക്കാനും അവധിയില്ല, കഥ ആക്കാനുള്ള അവധിയൊന്നുമില്ല. പിന്നെ പല ആളുകളും ഉറക്കത്തിൽപ്പെട്ട് കഥ ആയ ആളുകളും ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ അവധി കൊടുത്തതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ അവധി കൊടുത്തത് ശരിയായൊരു കീഴ്വഴക്കമാണോ? കളി നടക്കണ അമേരിക്കയിൽ അവധിയില്ല, കളിക്കാരായ അർജന്റീനയിൽ അവധിയില്ല, സ്പെയിനിൽ അവധിയില്ല. പക്ഷെ അവിടുത്തെ ടൈം വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ ഇതുപോലത്തെ ഒരു ടൈമല്ല, അവിടെ നട്ടുച്ചക്കാണ് കളി നടന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അവധി പൊടുന്നതിനെ കൊടുത്തതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.